25 സെന്റ് സ്ഥലവും 2150 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂമുള്ള അടിപൊളി വീടും കൂടിയാണ് ഇന്ന് മീനച്ചിൽ ഹോംസ് ഇവിടെ അവതരിപ്പിക്കുക. ചോദിക്കുന്ന വില 90 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിളുമാണ്. ഹൈവേയിൽ നിന്നും വെറും 400-500 മീറ്റർ ദൂരം PWD റോഡ് തന്നെ പോയി കഴിയുമ്പോൾ PWD റോഡിൽ നിന്നും ഈ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള വഴിയോടുകൂടി ആരംഭിക്കുന്ന ഒരു കിടുക്കൻ വീട്, 25 സെന്റ് സ്ഥലവും വീടും കൂടി, പുതുപുത്തൻ വീട്, താമസിക്കുവാൻ വേണ്ടി പണിത വീട്. പ്രത്യേക കാരണങ്ങളാൽ കൊടുക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിക്കണമെങ്കിൽ ഫോൺ വിളിക്കുക, ഞങ്ങൾ നേരിട്ട് വിവരങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത്, മടിക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്, ഷെയർ ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം. മീനച്ചിൽ ഹോംസ് ഇത് PWD റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. PWD റോഡിൽ നിന്നും ഇത് 2 വഴി പോകുന്ന കാണാം. ഇത് ആദ്യത്തെ റോഡല്ല, ഈ മുകളിലൂടെ പോകുന്ന ഈ റോഡാണ് നമ്മുടെ സ്വന്തം. 25 സെന്റ് സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ആരംഭിക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ ഗേറ്റ് വെക്കാം. അപ്പോൾ ഇവിടെ തൊട്ട് ആരംഭിക്കുന്ന 25 സെന്റ് സ്ഥലവും ഈ വീടും കൂടി 2100 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടും കൂടി നമുക്ക് കാണുവാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ റോഡിലൽപ്പം നമുക്ക് കാടൊക്കെ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുറ്റം. നല്ല വിശാലമായ ഒരു മുറ്റം ഈ വീടിനുണ്ട്. നല്ല ഒരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു അടിപൊളി വീടാണ്. നല്ലൊരു ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു വീടാണ്. നല്ല എന്താ പറയുക, കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല വലിപ്പം തോന്നിക്കുകയും ഒപ്പം നല്ല അടിപൊളിയായി പണി കഴിപ്പിക്കുകയും ചെയ്ത നല്ലൊരു വീട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. കാർ പോർച്ച്, സിറ്റ് ഔട്ട്, വലിയ സിറ്റ് ഔട്ട്, അതുപോലെ തന്നെ വീട്ടിലോട്ട് കയറുവാനുള്ള സ്റ്റെപ്പ്, മുകളിൽ കുറേ നല്ല വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു. താമസിക്കുവാനായിട്ട് ഉദ്ദേശിച്ച് മേടിച്ച്, കൂടുതൽ സ്ഥലം വേണം എന്ന് ആഗ്രഹിച്ച് മേടിച്ച് താമസിക്കുവാനായിട്ട് പണി കഴിപ്പിച്ച വീടാണ് ഇത്. കിണർ ഈ സൈഡിലാണ്. ഈ മേളിൽ കാണുന്ന വാഴ നിൽക്കുന്ന സ്ഥലം കണ്ടോ, അങ്ങോട്ട് കയറുവാനായിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് അങ്ങേയറ്റത്ത് കാണുന്ന ആ മതിലാണ് നമ്മുടെ അതിര്. അത്രയും ബൗണ്ടറി നമ്മുടെ അവിടെയാണ്. അപ്പോൾ 25 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ റോഡ് PWD റോഡിൽ നമുക്ക് ഗേറ്റ് വെക്കാം എന്ന് ഞാൻ പറഞ്ഞു. അവിടെ തൊട്ട് ആരംഭിക്കുന്ന ഇത് കിണർ, വെള്ളവും ഒക്കെ ഇഷ്ടംപോലെ വെള്ളമുള്ള, മേളിൽ വാഴ കൃഷി ചെയ്തിരിക്കുന്ന ഈ സ്ഥലവും കൂടി ഉൾപ്പെടെ ഉള്ള 25 സെൻറ്റ് സ്ഥലം. നമ്മളൊക്കെ ചിന്തിക്കാം, എന്തുകൊണ്ടായിരിക്കും ഇത് താമസിക്കുവാൻ വേണ്ടി പണിതിട്ട് വിറ്റത്, അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ പറയുന്നതാണോ എന്ന് ചിന്തിക്കാം. അല്ല, ഒരിക്കലും വെറുതെ പറയുന്നതല്ല. ഈ വീട് സെയിൽ ചെയ്യുവാനുള്ള കാരണം ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ വീടും സ്ഥലവും കൂടി കച്ചവടം ഏകദേശം ആയിരുന്നു. അപ്പോൾ അത് വിറ്റിട്ട് ഇങ്ങോട്ട് താമസം മാറുക എന്നുദ്ദേശിച്ചായിരുന്നു. അപ്പോൾ ആ കച്ചവടം ഒന്ന് മാറിപ്പോയി. അതുകൊണ്ട് എന്നാൽ ഇത് വിറ്റേക്കാം എന്ന് വിചാരിക്കുന്നു. ലോൺ ഒത്തിരി ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം ലോൺ ഇട്ടുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആണ് നമ്മുടെ വീടിൻ്റെ കാർ പോർച്ച്. അപ്പുറത്തുനിന്ന് കണ്ട കാർ പോർച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡ് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. കാർ പോർച്ച് ഈ വീടിലൂടെ തന്നെ വണ്ടി കയറ്റി ഇപ്പുറത്ത് വേണമെങ്കിൽ വിടാം. ഒരു 8-10 വണ്ടിയോളം മുറ്റത്ത് പാർക്ക് ചെയ്യുവാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് L ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. അതുകൊണ്ടൊരു ഊഞ്ഞാലൊക്കെ ഇടണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് നല്ലൊരു ഊഞ്ഞാലൊക്കെ കെട്ടിയിടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സിറ്റ് ഔട്ടാണ്. വീടിൻ്റെ ഫ്രണ്ട് മുറ്റത്തിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ വ്യൂ ഒന്നുകൂടി കാണുകയാണ്. അപ്പോൾ അങ്ങനെ സിറ്റ് ഔട്ടിൻ്റെ വ്യൂ ഒന്നുകൂടി കണ്ടുകൊണ്ട് നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. തേക്കാണ് ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത്. കട്ടളയെല്ലാം ആഞ്ഞിലി, പാളികളെല്ലാം തേക്ക്. താമസിക്കുവാൻ വേണ്ടി പണിത് ഏതെല്ലാം രീതിയിൽ നല്ലതാക്കാവോ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ചില്ലറ പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ അത് കൂടി ഫിനിഷ് ചെയ്ത് കൊടുക്കുവാനായിട്ടാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറ്, തേക്ക് കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ചു. സ്വീകരണ മുറിയിൽ അത്യാവശ്യം ഫാൻസി ലൈറ്റുകൾ, LED ലൈറ്റുകൾ, നല്ല ഫാന് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ പാർട്ടീഷൻ വർക്ക് വന്നിട്ടുണ്ട്. കുറച്ച് കബോർഡുകളൊക്കെ, ഡോറുകളൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം. അതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ കൂടെ സെറ്റ് ചെയ്യുവാനായിട്ടുള്ളതാണ്. നല്ലൊരു പാർട്ടീഷൻ വർക്കാണ്. നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുന്ന നല്ലൊരു ഡൈനിങ് സ്പേസ്. നേരെ നോക്കിക്കഴിയുമ്പോൾ ഒരു പ്രെയർ ഏരിയ, അതിൻ്റെ താഴെ കബോർഡിൻ്റെ ഡോറായിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് നമ്മൾ ഇപ്പുറത്തിരുന്ന ഡോറ് കണ്ടത്. ഒരു ചെറിയൊരു കോർട്ട്യാർഡും അതിനോടൊപ്പം നല്ലൊരു പ്രെയർ യൂണിറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം. അപ്പോൾ നല്ലൊരു കോർട്ട്യാർഡ്, നല്ലൊരു പ്രെയർ യൂണിറ്റ്. നമ്മുടെ വീടിനകത്തേക്ക് ഒരാൾ ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രെയർ യൂണിറ്റ് കാണുക എന്നുള്ളൊരു ഐശ്വര്യം തന്നെയാണ്.
ഇതാണ് TV യൂണിറ്റിൻ്റെ പോയിന്റ് വന്നിരിക്കുന്നത്. TV യൂണിറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡോർ തുറന്ന് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ്. ബെഡ്റൂം 4 ബെഡ്റൂമുണ്ട്. അതായത് 3 ബെഡ്റൂം 4 ബെഡ്റൂമും 3 ടോയ്ലറ്റും എന്ന് കണക്കാക്കാം. 2 ബെഡ്റൂം അറ്റാച്ച്ഡും 2 കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റും കൂടിയാണ്. ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയിൽ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ കാണുന്നത്. എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ പിണ്ണാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. 90 ലക്ഷം രൂപയാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില. 25 സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടെ 90 ലക്ഷം രൂപയാണ് ചോദ്യ വില. അത് നെഗോഷ്യബിളാണ്. മെയിൻ റോഡിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം ഏകദേശം ഒരു 500 മീറ്റർ ദൂരം മാത്രമാണ്. അതും PWD റോഡേ തന്നെ പോയാൽ മതി. വേറെ വഴി അങ്ങോട്ടോ തിരിയൊന്നും വേണ്ട. PWD റോഡേ തന്നെ പോയാൽ മതി. നമ്മൾ TV യൂണിറ്റിൻ്റെ സൈഡിലൂടെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഫർണിച്ചർ അവരെടുക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു ഈ ഫർണിച്ചറും കൂടെ ഉൾപ്പെടെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആശാരി പണിതോട്ടിരുന്നപ്പോൾ ഒരു കട്ടിലും കൂടി പണിതിടിപ്പിച്ചതാണ്. ബെഡ്റൂമിന് ചേരുന്ന രീതിയിൽ പണിതിടിപ്പിച്ചതാണ്. അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കബോർഡ് ഒന്ന് തുറന്ന് കാണിക്കാം. 2ാമത്തെ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ്. കാരണം കബോർഡ് തുറന്ന് കാണിക്കാത്തത് എന്തിയെ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ ബെഡ്റൂമിൻ്റെയും എല്ലാ കബോർഡും തുറന്ന് കാണിച്ച് കഴിയുമ്പോൾ വെറുതെ ടൈം വേസ്റ്റായി പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം തുറന്ന് കാണിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. അപ്പോൾ RC പള്ളിയിലേക്ക് പോകുവാനായിട്ട് 500 മീറ്റർ, ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ട് 500 മീറ്റർ, കടകൾ, പലചരക്ക് കടകൾ, പച്ചക്കറി കടകൾ, അതുപോലെ തന്നെ നമുക്ക് കോൾഡ് സ്റ്റോറേജ് എന്ന് വേണ്ടുന്ന എല്ലാം, സ്കൂള്, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ. ബേക്കറി അല്ലെ ഹോട്ടലുകൾ എല്ലാം ഈ 500 മീറ്റർ ചുറ്റളവിലുണ്ട്. കാഞ്ഞിരപ്പള്ളിയും ഈരാറ്റുപേട്ടയുമാണ് ഇതിനോട് അനുബന്ധിച്ചുള്ള മെയിൻ ടൗണുകൾ. അതുപോലെ തന്നെ നമുക്ക് അരുത്രപ്പള്ളി, അതുപോലെ നമുക്ക് ഇവിടുന്ന് പൈക ടൗണിലേക്ക് പോകുവാനും 7 കിലോമീറ്റർ ദൂരം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഈരാറ്റുപേട്ടയെക്കാളും വലിയൊരു ടൗൺ പൈകയാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം അതുപോലെ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവും എന്നാൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യുന്നത് പൈക ടൗണിലാണ്. അപ്പോൾ പൈക ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരവും 7 കിലോമീറ്റർ ദൂരം മാത്രമാണ്. നമുക്ക് പാലാ പോകാൻ, അല്ലെങ്കിൽ പാലായ്ക്കൊക്കെ ജോലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ മുണ്ടക്കയം ഇടുക്കി മേഖലകളിലേക്കൊക്കെ പോകുവാനായിട്ട്, അങ്ങോട്ടെല്ലാം പോകുവാനായിട്ട് എളുപ്പം ഉള്ള ഈസി ആയിട്ടുള്ള ഒരു റോഡ് ആക്സസ് ആണ് ഇവിടെയെല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതാണ് ഒരു കോമൺ ടോയ്ലറ്റും മെയിൻ വാഷ് ഏരിയയുമാണ് ഇവിടെ കണ്ടത്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയാണ് ഈ മേഖല. വെള്ളപ്പൊക്ക ഭീഷണി ഇല്ല എന്ന് പറയുന്നത് കൂടെ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണി ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. ഒരു ഓഫീസ് റൂം പോലെ ഒരു ചെറിയ ബെഡ്റൂം കൂടിയുണ്ട്. അപ്പോൾ ഓഫീസ് റൂം പോലെ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സ്റ്റാഫാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഓഫീസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓഫീസ് റൂം പോലെ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് 4 ബെഡ്റൂം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളിഞ്ഞ് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. കിച്ചൺ നല്ല വലിപ്പമുള്ള നല്ലൊരു കിച്ചണാണ് ഇവിടെ കാണുന്നത്. കിച്ചൺ നല്ല മൾട്ടിവുഡിൻ്റെ കബോർഡ് വർക്കുകളാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുക. ഫ്രിഡ്ജ് വയ്ക്കുവാനുള്ള സ്പേസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കുവാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് കിച്ചനകത്തുനിന്നാണ് വന്നിരിക്കുന്നത്. മുകളിലൊരു ഡോറും കൂടെ സെറ്റ് ചെയ്യുവാനായിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി തരും. നമ്മളിപ്പോൾ ഒരു വില പറഞ്ഞ് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ബാക്കി പണികൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു വീട്, നല്ലൊരു അടിപൊളി വീട് എന്ന് തന്നെ പറയാം. നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന, നല്ലൊരു ശാന്തസുന്ദരമായ ജീവിതത്തിൽ പറ്റുന്ന, നല്ല നെയ്ബേഴ്സ് അയൽവാസികൾ അടുത്തുള്ള നല്ലൊരു മേഖലയിൽ നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കി കിടക്കുന്ന സ്ഥലം. വാഴ നട്ടിരുന്ന സ്ഥലം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഇതാണ് ചുറ്റുവട്ടം. നല്ല വീടുകൾ തന്നെ അടുത്തുള്ള, നല്ല അയൽവാസികളുള്ള നല്ലൊരു മേഖല. PWD റോഡിൽ നിന്നും ആരംഭിക്കുന്ന നമ്മുടെ പ്രോപ്പർട്ടി 25 സെൻറ്റ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു കിടുക്കൻ വീടും ഇതാ ഇവിടെ വിൽപ്പനയ്ക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട് ആഗ്രഹിക്കുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവർ ഒത്തിരി പേരുണ്ടാകും. ചിലപ്പോൾ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് ഇതുപോലെയുള്ള നല്ല വീടുകൾ സ്വന്തമാക്കാം. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.